വെൽക്കം ടു ദിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഫിഷ് ഫ്രൈ തയ്യാറാക്കാം. ഇൻഗ്രീഡിയൻസ്: ഞാൻ എടുത്തിരിക്കുന്ന ഫിഷ് ലിസയാണ്. ഇതിൻ്റെ തൊലി പൊളിക്കേണ്ട മീനാണ്. പകുതി നാരങ്ങ വേണം. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഫിഷ് മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പുപൊടി, കോക്കനട്ട് ഓയിൽ. ഇനി നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാം. അതിനായി ഒരു പാത്രത്തിൽ മുളക് പൊടി, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി, 1 സ്പൂൺ നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫിഷിലേക്ക് ഇത് പുരട്ടി വയ്ക്കാം. എല്ലാ ഫിഷിലും ഇതുപോലെ മസാല നന്നായി മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. ഇതിങ്ങനെ ഒരു ½ ആൻ അവർ വെച്ചതിന് ശേഷം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. എടുത്തിരിക്കുന്ന എല്ലാ മീനിലും ഇതുപോലെ മസാല മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഫിഷിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ½ ആൻ അവർ വെച്ച് കൊടുക്കാം. ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കി എണ്ണ നന്നായി ചൂടായതിന് ശേഷം പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ ഫിഷ് പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ സൈഡ് കൂടി മൊരിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫിഷ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. എടുത്തു വച്ചിരിക്കുന്ന മുഴുവൻ ഫിഷും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ നാടൻ ഫിഷ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.